ബീഹാറിൽ ജെഡിഎസ് ബിജെപി സഖ്യ സർക്കാർ ഉടൻ അധികാരത്തിലേറുമെന്ന സൂചന. മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാളെ ഗവർണറെ കണ്ടേക്കും. നിതീഷുമായി വീണ്ടും സഖ്യം ചേരുന്നതിൽ അന്തിമ തീരുമാനം ബിജെപി ദേശീയ നേതൃത്വം കൈക്കൊള്ളും. ബിജെപി കോർ കമ്മിറ്റി യോഗത്തിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ബീഹാറിലെത്തി. ജെഡിഎസ് പിന്മാറുന്നതോടെ പ്രതിസന്ധിയിലാണ് പ്രതിപക്ഷ സഖ്യം. വിരളുമായി ജിഷ്ണു കൃഷ്ണൻ തുടരുകയാണ്. ജിഷ്ണു, ബീഹാറിൽ വീണ്ടും NDA സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇത്തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ മുൻപോട്ട് പോവുകയാണ്. നിതീഷ് കുമാർ വീണ്ടും കളം മാറ്റി ചവിട്ടുന്നു. അതായത് RJD സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും BJPക്കൊപ്പം NDA കളത്തിലേക്ക് നിതീഷ് കുമാർ എത്തുമ്പോൾ അതിന്റെ വലിയ തരത്തിലുള്ള ചർച്ചകൾ സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. BJPയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സംസ്ഥാനത്തിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, ഒപ്പം നിതീഷ് കുമാറിനെ കൂടെ നിർത്തുന്നത് എത്രത്തോളം ഗുണം ചെയ്യും എന്നത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ ഉണ്ടാകും. അതിലുപരി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കുക ദേശീയ നേതൃത്വമായിരിക്കും എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. കാരണം ഇതിനു മുൻപും നിരവധി തവണ നിതീഷ് കുമാർ BJPക്കൊപ്പം നിന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDSഉം BJPയും ഒരുമിച്ച് നിന്നായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറി. 76 സീറ്റുകൾ BJPക്ക് നേടാൻ സാധിച്ചിരുന്നു. 46 അടുത്ത സീറ്റ് മാത്രമായിരുന്നു നിതീഷ് കുമാറിന് JDSന് നേടാൻ സാധിച്ചത്. ഈ ഒരു അവസ്ഥയിൽ BJPയെ വിട്ടുകൊണ്ട് RJDക്കൊപ്പം ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരിക്കുന്ന ഒരു സമീപനമാണ്, നിലപാടായിരുന്നു നിതീഷ് കുമാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാടുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ കൈക്കൊള്ളുകയും സഖ്യരൂപീകരണം നടത്തുകയും ചെയ്യുന്ന നിതീഷ് കുമാറിനെ വീണ്ടും NDAയിലേക്ക് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കർശന ഉപാധികൾ BJPയുടെ ദേശീയ നേതൃത്വം നിതീഷ് കുമാറിന് മുൻപിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 24-ൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് നൽകാനുള്ള ധാരണയും ഇത്തരത്തിൽ മുൻപോട്ട് നിതീഷ് കുമാറിന് മുൻപിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നിതീഷ് കുമാർ ഇതിനോടകം തന്നെ ഗവർണറെ കാണുന്നതിനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ ഗവർണറെ കാണുന്ന നിതീഷ് കുമാർ നിലവിലെ RJD JDS സഖ്യ സർക്കാർ പിരിച്ചുവിടുന്നതിനുള്ള അറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയവും ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനിക്കുമെന്നാണ് നിലവിൽ ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജിഷ്ണു, ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ ചർച്ചകളും യോഗ നടപടികളും പുരോഗമിക്കുമ്പോൾ ഈ പ്രതിപക്ഷ ഐക്യത്തെ സംബന്ധിച്ചിടത്തോളം ഇരത്തോളം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ആരോ ആഘാതം പ്രതിപക്ഷ നിരയിലുള്ളിൽ ഏത് തരത്തിലാണ് ഇതിനകം ചർച്ചയായി കഴിഞ്ഞത്? നിലവിൽ ബീഹാറിലെയും ബംഗാളിലെയും എല്ലാം തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ പ്രതിപക്ഷ മുന്നണിയെ, INDA മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ ഈ ഒരു കക്ഷിയിൽ ഏറ്റവും കൂടുതൽ ഫലമുള്ളതൊന്ന് ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ JDSഉം ഒപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഒക്കെയാണ്. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് കോൺഗ്രസുമായി ഒരു തരത്തിലുമുള്ള സഖ്യത്തിനില്ല എന്നുള്ളത് മമതാ ബാനർജി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ നിതീഷ് കുമാർ ആകട്ടെ, അതായത് ഈ സഖ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ ആലോചനാ യോഗം നടന്നിട്ടുള്ളത് ബീഹാറിലായിരുന്നു, പട്നയിലായിരുന്നു. നിതീഷ് കുമാർ മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ആ ഒരു INDA മുന്നണിയുടെ ആദ്യ യോഗം പട്നയിൽ ബീഹാറിൽ നടന്നത്. ആ ആദ്യ യോഗത്തിന് ചുക്കാൻ പിടിച്ച നേതാവ് തന്നെ ഇപ്പോൾ ആ സഖ്യം വിട്ടുകൊണ്ട് BJPക്കൊപ്പം NDAക്കൊപ്പം എത്തുന്നു എന്നുള്ളത് വ്യക്തമാക്കുമ്പോൾ INDA മുന്നണിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തുടനീളം BJPക്കെതിരെ ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ പോലും ഈ സഖ്യത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ രാഹുലിന്റെ ഭാരത് ചോഡോ യാത്ര ബംഗാളിൽ എത്തിയിട്ടുണ്ട്. അത് അടുത്ത ദിവസം ബീഹാറിലേക്ക് കടക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു നേതാവ് നിതീഷ് കുമാർ ഈ സഖ്യം വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ INDA മുന്നണിയെ തന്നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് BJPക്കൊപ്പം NDA സഖ്യത്തിനൊപ്പം എത്തുന്നത്. ജിഷ്ണു, ഇവിടെ പ്രാദേശിക കക്ഷികൾക്ക് അത്രത്തോളം മികവ് പുലർത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് പല രാഷ്ട്രീയ കക്ഷികളും ഉൾക്കൊണ്ട് കഴിഞ്ഞു. കാരണം BJP എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരമുറപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇത്തരത്തിൽ ബീഹാറിലെ രാഷ്ട്രീയഗതിയെ നിർണയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികൾ കൂടി, അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലുള്ള പ്രതിപക്ഷ ഐക്യ മുന്നണിയിലുള്ള കക്ഷികൾ കൂടി ഇനി അങ്ങനെ മാറി ചിന്തിച്ചാൽ അതിൽ അതിശയോക്തി ഉണ്ടാകില്ല, അല്ലേ?
KP, നിലവിൽ ബീഹാറിലെ രാഷ്ട്രീയം സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ RJDക്കൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം നിൽക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവാണ് നിതീഷ് കുമാറിനെ JDSനെ ഇത്തരത്തിൽ BJPക്കൊപ്പം വരാനുള്ള പ്രേരണയായിട്ടുള്ളത്. കാരണം MP-മാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. അത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ കക്ഷി നില തന്നെ പരിശോധിക്കുമ്പോൾ INDA മുന്നണിയിലുള്ളത് കോൺഗ്രസും ഇത്തരത്തിൽ JDSും തൃണമൂൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഒപ്പം CPM-ഉം CPI-യും CPML-ഉം ഒക്കെയാണ്. അവർക്കെല്ലാം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ MLA-മാർ അല്ലെങ്കിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും നിതീഷ് കുമാറിന് ബീഹാറിലും സ്വാധീനമുണ്ട് എന്നതിലൊഴിച്ചാൽ ഒരു പ്രബലമായ ശക്തികൾ മറ്റ് ഈ INDA മുന്നണിയിലില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വിവിധ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം അല്ലെങ്കിൽ ഈ മുന്നണിയുടെ കൺവീനർ സ്ഥാനം ആരേറ്റെടുക്കണം എന്നത് സംബന്ധിച്ച് ഓരോ വിഷയങ്ങളിലും ഈ മുന്നണിക്കുള്ളിൽ നിലവിലുള്ള പാർട്ടികൾക്ക് തന്നെ കടിപിടിയും അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള വാക്തർക്കവും മുറുകുമ്പോഴാണ് ഈ മുന്നണിയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രബലരായ ശക്തികൾ, ഒന്ന് ബംഗാളിൽ സ്വാധീനമുള്ള തൃണമൂൽ കോൺഗ്രസും ബീഹാറിൽ സ്വാധീനമുള്ള JDSും ഈ മുന്നണി വിടാനൊരുങ്ങുന്നത്. KP. യെസ്, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.